ഗൗതം തിന്നമൂരി സംവിധാനം ചെയ്ത പുതിയ സിനിമയാണ് കിങ്ഡം. വിജയ് ദേവരക്കൊണ്ടയുടെ ഒരു അടിപൊളി പ്രസൻസ് ഉള്ള ഒരു മൂവിയാണ്. നമ്മൾ ട്രെയിലറൊക്കെ കണ്ടപ്പം നമുക്കറിയാം ട്രെയിലറൊക്കെ എന്തുമാത്രം പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറാണ്. അതുപോലെ തന്നെയാണ് സിനിമയും. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിടിലൻ മേക്കിംഗ് ആണ്. അനിരുദ്ധിൻ്റെ ബി ജി എം ഒക്കെ വരുമ്പോൾ ആ സിനിമയ്ക്ക് വരുന്ന ഒരു സിനിമയെ പൊക്കിയെടുക്കാൻ വേണ്ടി ബി ജി എമ്മിൻ്റെ ഒരു ഇത് വാല്യൂ എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മളിപ്പോൾ കുറേ സിനിമകളായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബി ജി എമ്മിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ ബി ജി എം അടിപൊളിയാണ്. അതുപോലെ വിജയ് ദേവരക്കൊണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അദ്ദേഹത്തിൻ്റെ പല എന്താ പറയുന്നത് അഭിനയത്തിൽ പല സ്ഥലങ്ങളിലും നമുക്ക് അതിൻ്റെ ആ ഒരു ഓറ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനായിട്ട് അഭിനയിച്ച സത്യദേവ്, പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള വെങ്കി ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. പുള്ളി അധികം മലയാള സിനിമകളിലൊന്നും ചെയ്തിട്ടുമില്ല. എന്നാൽ നല്ലൊരു പുള്ളിക്കതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആണ്. ഒരു രക്ഷയില്ല. ഇനി പുള്ളിയെ പിടിച്ചാൽ കിട്ടുമെന്ന് അറിയത്തില്ല, അമ്മാതിരി അഭിനയമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഒരു സിനിമയെ സംബന്ധിച്ച് നമുക്കറിയാം, വില്ലൻ സ്ട്രോങ് ആയ മാത്രമേ ഉള്ളൂ നായകൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് വില്ലൻ സ്ട്രോങ് ആണ്. അപ്പോൾ അതനുസരിച്ച് നായകന് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്ന ജോമോൻ ജോൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗിരീഷ് ഗംഗാധരനും രണ്ടുപേരും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ്, നല്ല ഫ്രെയിംസാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഇതിനകത്ത് കുറേ ഫൈറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സിനിമകളൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാം എടുത്തിരിക്കുന്ന രീതിയെല്ലാം അടിപൊളിയാണ്. പിന്നെ നമുക്കറിയാം അതിനകത്ത് പുള്ളിയുടെ ഒരു സ്വാഗും പവറും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിജയ് ദേവരക്കൊണ്ടയുടെ കഴിഞ്ഞ പടങ്ങളിലേക്കാളൊക്കെ വെച്ചിട്ട് ഫാർ 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 ബെറ്ററാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന ദേവര, അതുപോലെ തന്നെ റെട്രോ പോലെയുള്ള സിനിമകളുണ്ട്. അങ്ങനെയുള്ള സിനിമകളുമായിട്ട് ചെറിയ നമുക്കൊരു സാമ്യമൊക്കെ തോന്നാം. അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന പഴയ പടങ്ങളൊക്കെ ആയിട്ടൊരു സാമ്യം തോന്നും. പക്ഷേ എന്തായാലും ഭയങ്കര നമുക്ക് ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. അത്രയും ഒരു തീക്കനം ഐറ്റമാണ് സംഭവം. അത് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കണ്ടിരിക്കുന്ന സിനിമകൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു എന്താ പറയുക, സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ ഘടകങ്ങളും സംവിധാനവും, സ്ക്രിപ്റ്റിങ്, DOP, അതുപോലെ തന്നെ മ്യൂസിക് എല്ലാം കൂടെ ചേർന്ന് വരുമ്പം ചില സമയത്ത് ചില സിനിമകൾ ഭയങ്കരമായിട്ട് പൊക്കി വെക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു നിലവാരം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാം. സിനിമ മോശമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കിങ്ഡം വാസ് ഗുഡ്, സൂപ്പർ, അടിപൊളി, നല്ലൊരു മൂവിയാണ്. തിയേറ്ററിൽ കാണാനായിട്ടുള്ള സാധനമുണ്ട്. എന്തായാലും കിങ്ഡം പോയി കാണുക. വിജയ് ദേവരക്കൊണ്ട തകർത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ നമ്മുടെ വെങ്കിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊളി ക്യാരക്ടറാണ്, ഒരു രക്ഷയില്ല, സൈക്കോപാത്തായിട്ട് തകർത്ത് ആടിയിട്ടുണ്ട്.